ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മളിവിടെ ഒരു സ്പെഷ്യൽ കസ്റ്റമർ അട്രാക്ഷൻ കാണാനാണ് വന്നത്. മിഞ്ചുവിൻ്റെ വീട് കണ്ടോ, കയറുമ്പോൾ തന്നെ ഉണ്ട്. ഇത് വേറെ എവിടെയുമല്ല, ഇത് നമ്മളെ മംഗലാപുരം ഫോറം മോളാണ്. മിഞ്ചുവിൻ്റെ വീടും കണ്ട് നമ്മളങ്ങനെ കയറിപ്പോയി. ആളെവിടെയൊന്നും കാണുന്നില്ല, സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്. കയറിപ്പോയി ഞാൻ മിഞ്ചുവിനെ തിരഞ്ഞു നോക്കുമായിരുന്നു. നോക്കിയപ്പോൾ ദൂരെ നിന്ന് കണ്ടു മിഞ്ചു കസ്റ്റമേഴ്സിൻ്റെ ഒപ്പം ഇരിപ്പുണ്ട്. ഫുൾ ആറ്റിറ്റ്യൂഡിലെ കക്ഷി. അറിയത്തില്ല, ഇന്ന് മഴ പെയ്തെന്ന് തോന്നുന്നു. ഓക്കെ, കക്ഷീനെ പോയി ഒന്ന് തൊട്ട് തലോടാന്നൊക്കെ വിചാരിച്ച് പോയി ഒന്ന് തൊട്ട് ഇതാക്കിയ പുള്ളിക്ക് ഒരു കൂസലും ഇല്ല, ഒരു മൈൻഡും ഇല്ല, ഫുൾ ആറ്റിറ്റ്യൂഡ്. ഓക്കെ, അത് കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് പോയി. സെക്യൂരിറ്റി ചെക്ക് ഉണ്ടായിരുന്നു ഉള്ളിൽ. ഇവിടെ ആര് വരുവാണെങ്കിലും ഫസ്റ്റ് ഒന്ന് മിഞ്ചുവിനെ പോയി കാണണം കേട്ടോ. ഒത്തിരി ക്യൂട്ടായിട്ടുള്ള ആളാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് പോയി. ഉള്ളിൽ പോയപ്പം ഫസ്റ്റ് ടൈമായി വന്നതിനോട് ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു കാണാൻ. ഞാൻ വിചാരിച്ചു മംഗലാപുരം അല്ലേ, അത്ര അടിപൊളി സ്ഥലമൊന്നും അല്ലായിരിക്കും അങ്ങനെ വിചാരിച്ചിട്ടാണ്. പക്ഷെ മംഗലാപുരം അടിപൊളിയാണ്, ആൾക്കാരൊക്കെ ഒത്തിരി നല്ലതാണ്. ഞാൻ നോക്കിയപ്പോൾ ഇവിടുത്തെ ചെടിയൊക്കെ ഞാൻ വിചാരിച്ചു പ്ലാസ്റ്റിക്കാണ്, പക്ഷെ അല്ല, ഒറിജിനൽ പ്ലാന്റ്സ് തന്നെയാണ്. കുറേ എസ്കലേറ്റേഴ്സും ലിഫ്റ്റും ഒക്കെ ഉള്ളൊരു വലിയ മോൾ തന്നെയാണ് ഫോറം മോള്. ഇവിടുത്തെ ചെടിയൊക്കെ ഒറിജിനൽ ചെടിയാണ്. വന്നപ്പോൾ തന്നെ ബിസ്ക്കറ്റ്സിൻ്റെ മുന്നിലേക്കാണ് കണ്ണ് പോയത്. ഒത്തിരി കൊതി വരുന്ന ഒത്തിരി ബിസ്ക്കറ്റ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ സ്റ്റാർബക്സും ഒത്തിരി ഫാഷനബിൾ വെയർസ്, ഡ്രസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ ചുറ്റി നടന്നു. എല്ലാം ഓണത്തിൻ്റെ പൂക്കളും കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോഴാണ് അടിപൊളി ഒരു ക്രിയേറ്റിവിറ്റി. ഒരു 2 കാളക്കുട്ടനും ഒരു കൃഷിക്കാരനും. നല്ല ഭംഗിയുണ്ടായിരുന്നു കാളേനൊക്കെ ഉണ്ടാക്കി. സമ്മതിച്ചു കൊടുക്കണം ഈ ആളുടെ ക്രിയേറ്റിവിറ്റി. കണ്ട ശരിക്കൊരു കാള നിൽക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. 2 കാളക്കുട്ടനും ഒരു കാട്ടും ഒരു കൃഷിക്കാരൻ അവരെ ഓട്ട് പോകുന്ന പോലെ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്. ആ സൈസും ആ എല്ലാം കാലും തലയും ഷേപ്പും ഒക്കെ കാണുമ്പം ശരിക്കൊരു കാള നിൽക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ മുന്നോട്ട് പോയപ്പം വേറെ 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 കടകളാണ്. ഏറ്റവും മുകളിൽ ഫുഡ് കോർട്ടുണ്ട്, അതുകൊണ്ട് അവിടെ പോകാനും മറക്കരുത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ചുറ്റിക്കറങ്ങി 2-3 അവേഴ്സ് അവിടെ ഓരോ കടയിൽ കയറി ഇറങ്ങി ഒത്തിരി